കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ തലനാരിഴക്ക് രക്ഷപ്പെട്ടു. പൊഴുതന ടൗണിൽ ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. റിഹാൻ, റിസ്വാൻ, സാബിർ എന്നീ വിദ്യാർത്ഥികളാണ് ആനയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴക്ക് രക്ഷപ്പെട്ടത്. ഇവർ 3 പേരും +2 വിദ്യാർത്ഥികളാണ്. ആക്രമിക്കാനെത്തിയ ആനയെ കണ്ടതോടെ ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പൊഴുതന സ്കൂൾ മുതൽ വീട് വരെ ആന ഇവരെ ഓടിച്ചു. ഓടുന്ന വഴിയിൽ കണ്ട ഇരുചക്ര വാഹനങ്ങളെല്ലാം ആന നശിപ്പിക്കുകയും ചെയ്തു. ആനയുടെ ആക്രമണത്തിൽ നിന്ന് കുട്ടികൾ രക്ഷപ്പെട്ടതിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒന്നിലധികം ആനകൾ പൊഴുതനയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവർ ഒരു വീടിൻ്റെ സമീപത്ത് കൂടി പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. തുടർച്ചയായി വന്യജീവി ആക്രമണങ്ങളിൽ വയനാട്ടിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. നിരന്തരം മനുഷ്യജീവനുകൾ പൊലിയുന്ന തരത്തിൽ വന്യജീവി ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ നടപടിയെടുക്കാത്ത സർക്കാർ നിലപാടിൽ ജനങ്ങൾ പ്രതിഷേധമറിയിക്കുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഈ 16 മാസത്തിനിടെ വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ട് 10-ലധികം പേരാണ്. വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും കണ്ണിൽ പൊടിയിടുന്ന നടപടികൾ മാത്രമാണ് വനം വകുപ്പിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പകൽ പോലും ജനവാസ കേന്ദ്രങ്ങളിൽ മനുഷ്യന് നേരെ വന്യജീവി ആക്രമണം ഉണ്ടാകുന്നത് നിത്യസംഭവങ്ങളായി മാറുകയാണ്. കാട്ടാനയും കടുവയും കരടിയും പുലിയുമെല്ലാം വനത്തിന് പുറത്തിറങ്ങി ജനവാസ കേന്ദ്രങ്ങളിൽ താണ്ഡവമാടുമ്പോഴും പരിഹാരം കണ്ടെത്താനോ ശാശ്വത നടപടികൾ എടുക്കാനോ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാവുന്നില്ല. വന്യജീവികളെ പ്രതിരോധിക്കുന്നതിന് വനം വകുപ്പ് നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാന സർക്കാർ 620 കോടി രൂപയുടെ പദ്ധതി വർഷങ്ങൾക്ക് മുൻപ് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നുവെങ്കിലും കേന്ദ്രം നിരസിച്ചു. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാൻ മതിയായ പ്രതിരോധ സംവിധാനങ്ങളില്ലെന്നതിനു പുറമെ വാച്ചർമാരുടെ കുറവും വലിയ പ്രതിസന്ധിയാണ്. വയനാട് മേഖലയിൽ വന്യജീവികളുടെ എണ്ണം വർദ്ധിച്ചതായി കണക്കെടുപ്പിൽ വ്യക്തമായെന്ന് വനം മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിരുന്നു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.